بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. فلما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما ندري هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്ത് ഇപ്പോൾ ഞാൻ ഓതിയ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ഇത് 65 ആയത്താണ്. വലമ്മ ഫതഹു, അവർ തുറന്നു നോക്കിയപ്പോൾ മത്താഹും, അവരുടെ ചരക്കുകൾ, ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് അവർ കയറ്റിക്കൊണ്ടുപോയ അവരുടെ സാധനങ്ങളും അവർക്ക് തിരിച്ചു കൊടുത്ത അവരുടെ സാധനങ്ങളും അവർക്ക് ഇവിടുന്ന് അളന്നു കൊടുത്ത സാധനങ്ങളും ഒക്കെ കൂടിയാണല്ലോ അവർ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ചരക്കുകൾ അവർ തുറന്നു നോക്കിയപ്പോൾ വജതു, അവർ കാണാനിരയായി ബിദാഅത്തും, അവർ കൊടുത്തിരുന്ന ആ സാധനങ്ങൾ റുദ്ദത്ത് ഇലൈഹിം, അവരിലേക്ക് തന്നെ മടക്കപ്പെട്ടതായിട്ട് അവർ കാണുകയുണ്ടായി. വലമ്മ ഫതഹു, അവർ തുറന്നു നോക്കിയപ്പോൾ മതാഹും, അവരുടെ ചരക്കുകൾ, വജതു, അവർ കാണാനിരയായി ബിദാഅത്തും, അവരുടെ സാധനങ്ങൾ, അവർ അവിടെ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ, റുദ്ദത്ത് ഇലൈഹിം, റുദ്ദത്ത്, അവ മടക്കപ്പെട്ടതായിട്ട് അവർ കാണാനിടയായി, ഇലൈഹിം, അവരിലേക്ക് തന്നെ. അവർ കൊടുത്ത സാധനങ്ങൾക്ക് പകരം അവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കലാണല്ലോ പതിവ്. ഇത് അവർക്ക് അതിന് കൊടുത്ത സാധനങ്ങൾ ഇവർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഈ സാധനങ്ങളുമായിട്ട് അവിടേക്ക് ഇനിയും ചെല്ലാൻ വേണ്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത്. കാലു, അപ്പോൾ അവർ പറയാണ്, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാ നബഗി, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഹാദിഹി ബിദാഅത്തുന, ഇതാ നമ്മളുടെ ചരക്കുകൾ, നമ്മളുടെ സാധനങ്ങൾ, നമ്മൾ കൊണ്ടുപോയി അവർക്ക് നൽകിയ സാധനങ്ങൾ ഇതാ. റുദ്ദത്ത് ഇലൈഹിം, റുദ്ദത്ത് ഇലൈന, അവ നമ്മൾക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മൾ അവർക്ക് കൊടുത്ത സാധനങ്ങൾ അത് നമ്മൾക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമീറു അഹ്ലന, നമ്മൾ വീണ്ടും അവിടേക്ക് സഹോദരനെ കൂട്ടി പോയാൽ നമ്മൾക്ക് ഭക്ഷ്യസാധനങ്ങൾ കിട്ടും. കുടുംബത്തിന് നമീറു അഹ്ലന, നമ്മളുടെ കുടുംബത്തിന് ഭക്ഷ്യസാധനങ്ങൾ വീണ്ടും അളന്ന് കിട്ടും. വനഹ്ഫദു, ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തോളാം, മഹാന, ഞങ്ങളുടെ സഹോദരൻ ബിന്യാമിനെ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തോളാം. വനസ്ദാദു കൈല ബഈർ, ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അളവ് കൂടുതലായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ദാലിക, അത് കൈലു യസീർ, വളരെ കുറഞ്ഞ ഒരളവാണ്. അപ്പോൾ ഇത് അവരിങ്ങനെ പറഞ്ഞു. ഈ വിവരങ്ങൾ അവരുടെ ചരക്കുകളെല്ലാം തുറന്നു നോക്കിയപ്പോൾ അവർ കൊടുത്തതായ സാധനങ്ങൾ മുഴുവൻ അവരിലേക്ക് തന്നെ മടക്കപ്പെട്ടതായിട്ട് അവർ കണ്ടു.
ആ വിവരം ഉപ്പാട് പറയാണ്, ഉപ്പ ഇതാ നമ്മൾ കൊടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് ഇനിയും ഭക്ഷ്യസാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് അസീസിൻ്റെ പക്കൽ നിന്ന് അളന്ന് കിട്ടും. അതിനെന്ത് വേണം? സഹോദരനുമായിട്ട് ഞങ്ങൾ പോകണം വീണ്ടും. എന്നാൽ പോയാൽ ഞങ്ങൾക്ക് കിട്ടും. തന്നെയല്ല, ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അളവുകൾ തന്നെ ഞങ്ങൾക്ക് അളന്ന് കിട്ടും. അത് വളരെ കുറവാണ്, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ 65 ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ യാക്കൂബ് നബി പറയാണ്, യാക്കൂബ് നബി പറഞ്ഞു, ലൻ ഉർസിലഹു, ഞാൻ അവനെ അയച്ചു തരില്ല ഒരിക്കലും, മഅക്കും നിങ്ങളോടുകൂടെ, ഹത്താ തൂനി മൗസിഖൻ മിനല്ലാഹ്, ഹത്താ തൂനി എനിക്ക് നിങ്ങൾ നൽകുന്നത് വരെ, മൗസിഖൻ ഒരു ഉറപ്പ് നൽകുന്നത് വരെ, മിനല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നിങ്ങളൊരു ഉറപ്പ് എനിക്ക് തന്നാലല്ലാതെ ഞാൻ നിങ്ങളോട് കൂടെ ബെന്യാമീനെ അയച്ചു തരികയില്ല. ലൻ ഉർസിലഹു എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരില്ല തീർച്ചയായും എന്നാണ് അർത്ഥം. മഅക്കും നിങ്ങളോടുകൂടെ, ഹത്താ തുഅ്തൂനി മൗസിഖൻ, ഹത്താ തുഅ്തൂനി എന്നാണ്. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ, തുഅ്തൂനി എനിക്ക് നിങ്ങൾ തരുന്നത് വരെ. നീ എന്നുള്ളിടത്ത് നൂന്വേഷമുള്ള യാ കളഞ്ഞിരിക്കുക. ഹത്താ തുഅ്തൂനി, അവിടെ നമ്മൾ വായിച്ചില്ലേ അർസിലൂനി എന്ന് പറഞ്ഞ് ആ ദൂതനെ ജയിലിലേക്ക് ഔദ്യോഗികമായി അയക്കാൻ പറഞ്ഞില്ലേ, അർസിലൂൻ എന്നവിടെ പറഞ്ഞിട്ടില്ല, നീ എന്നായിരുന്നു അതിൽ യാ കളഞ്ഞത്, അർസിലൂനി. അതുപോലെ ഹത്താ തുഅ്തൂനി, എനിക്ക് നിങ്ങൾ തരുന്നത് വരെ, മൗസിഖൻ ഒരു ഉറപ്പ്, മിനല്ലാഹി അള്ളാഹുവിൻ്റെ പേര്. എന്തെന്നുള്ള ഉറപ്പില്ല, തഅ്തുന്നനി തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും, ബിഹി അവനെ, ആരെ? ബെന്യാമീനെ തിരിച്ചു കൊണ്ടുവരാം, ഉറപ്പാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്ക് യൂസുഫിനെ തിരിച്ചു കൊണ്ടുവന്ന് തരാം എന്ന ഒരു ഉറപ്പ് നിങ്ങൾ തരുന്നത് വരെ ബെന്യാമീനെ ഞാൻ അയച്ചു തരില്ല നിങ്ങളുടെ കൂടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അയച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളൊരു ഉറപ്പ് എനിക്ക് തരണം, അത് തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ അയച്ചു തരും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇല്ല ഐ യുഹാത്ത ബിക്കും, നിങ്ങളെ വലയം ചെയ്യപ്പെട്ടാൽ ഒഴികെ, എന്തെങ്കിലും ആപത്ത് വന്ന് നിങ്ങളെ അത് പിടികൂടി നോക്കുക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിപത്തുകൾ നിങ്ങൾക്ക് വന്നുകൂടി അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാലല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേറെ പ്രതിബന്ധമൊന്നും ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതിബന്ധം അങ്ങനെ വല്ല മുസീബത്തും നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ അത് ഇതിൽ പെടില്ല. അല്ലാത്ത നിലയിൽ നിങ്ങൾ ബെന്യാമീനെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പേരിൽ ഉറപ്പ് തരികയാണെങ്കിൽ മാത്രം ഞാൻ അയച്ചു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അവർ അദ്ദേഹത്തിന് നൽകിയപ്പോൾ, മൗസിഖഹും അവരുടെ ഉറപ്പ്, അവർ ഈ ജാതിയിൽ ഉറപ്പ് കൊടുത്തു, അള്ളാഹുവിനെ തന്നെ സത്യം, ഞങ്ങൾ ഉപ്പാടെ അടുത്ത് ബെന്യാമീനെ കൊണ്ടുവന്ന് തരണ്ട് ഉറപ്പാണ് എന്നുള്ള ഉറപ്പ് നൽകി. അങ്ങനെ നൽകിയപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, അല്ലാഹു തആല അലാ മാ നഖൂലു, നമ്മൾ പറയുന്നതിൻ്റെ മേൽ, വക്കീൽ മേൽനോട്ടം വഹിക്കുന്നവനാണ്, അള്ളയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവൻ, നമ്മൾ പറഞ്ഞതെല്ലാം അള്ളാഹുവിന് അറിയാം, അതുകൊണ്ട് ഞാനത് സമ്മതിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബെന്യാമീനെ അവരുടെ കൂടെ അയക്കുകയും അത് അവർ പോവുകയും ചെയ്യാം. ആ പോകുന്ന സമയത്ത്, പുറപ്പെടാവുന്ന സമയത്ത്
യാക്കൂബ് നബി പറയുന്നതാണ് ഇത് 67-ാമത്തെ ആയത്തിൽ. قال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. കാല യാക്കൂബ് നബി പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ. യാ ബനീന പ്ലസ് ഇയാന. യാ ബനീന, ബനൂന ബനീന, എൻ്റെ മക്കളെ എന്നാണ്. എൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ യായിലേക്ക് ചേർത്തു, അതുകൊണ്ട് നൂന് കളഞ്ഞതാണ്. അത് പല സ്ഥലത്തും അങ്ങനെ കാണാം. ഒരേ മോനാണെങ്കിൽ യാ ബുനയ്യ എന്നാണ് പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞു മോനെ. യബിനി എന്നാ പറയാം. ഒരു ഒറ്റ മോനാണെങ്കിൽ അവിടെ പിന്നെ കൂടുതൽ സ്നേഹത്തോടു കൂടെ പറയുമ്പോഴേ യാ ബുനയ്യ എന്ന് പറയുന്നത്. യാ യബിനി എന്ന് പറയുന്നത് എൻ്റെ മോനെ എന്നാണ്. അതിൽ ഇബിനി എന്ന് പറഞ്ഞതിൻ്റെ ബഹുജനമാണ് ബനീന എന്ന് പറയുന്നത്. ബനൂന ബനീന എന്നൊക്കെ പറഞ്ഞത് ബഹുവചനാണ്, എൻ്റെ മക്കളെ എന്നല്ല. ആ യാ ബനീന പ്ലസ് യാ ബനീന പ്ലസ് അങ്ങനെ വരുമ്പോൾ നൂന്നെ കളയും, യായിലേക്ക് ലാഭം ചെയ്യുമ്പോൾ. ബഹുവചനത്തിലും ദ്വിവചനത്തിലുള്ള നൂന്നെ കളയുക എന്നാണ്, അത് നിയമമാണ്. അതിൻ്റെ പേരിൽ നൂന്നെ കളഞ്ഞു. ഇത് ബഹുവചന, യാ ബനീന പ്ലസ് എൻ്റെ എന്നതിലേക്ക് ചേർക്കുമ്പോൾ, അപ്പോൾ ഇതാഫത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം എന്നാണ് നിയമം. അതുകൊണ്ട് യാനെ കളഞ്ഞു. ഇതെല്ലാം ഗ്രാമർ പറയുന്നിടത്ത് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ഓർമ്മ വന്നാൽ അത് നമുക്കൊരു വലിയൊരു മെച്ചമാണ്. അതിൻ്റെ പേരിൽ ഞാൻ ചിലതൊക്കെ പറയാമെന്ന് മാത്രം. وقال يا بني لا تدخلوا من باب واحد فادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. യാക്കൂബ് നബി പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, ഈജിപ്തിൽ പ്രവേശിക്കുന്നത് മിൻ ബാബിൻ വാഹിദിൻ, ഒരു കവാടത്തിലൂടെ കടന്നു പോകരുത് നിങ്ങൾ. വദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുക മിൻ അബ്വാബിൻ മുതഫർരിഖത്തിൻ, വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ കടക്കുക. കൊട്ടാരത്തിൽ കിടക്കുന്നതല്ല പറഞ്ഞ്. ഈജിപ്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈജിപ്തിലേക്ക് കടക്കാനുള്ള പല കവാടങ്ങളും ഉണ്ടാവും. ഇന്നത്തെ പോലെ ഇപ്പം ഈ കാലഘട്ടത്തിൽ അവിടെ ബൗണ്ടറിയിലൊക്കെ വേലി ഉണ്ടാവും, മതിലുണ്ടാവും. അങ്ങനെ പിന്നെ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് വരുന്നവർക്ക് പല നിബന്ധനകളുണ്ട്. ഇപ്പോൾ വിസ വേണം, പിന്നെ അങ്ങനെ കടക്കാൻ പറ്റില്ല, പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള പലതും ഉണ്ട്. അന്ന് അതില്ലല്ലോ. അന്ന് പലയിടത്തു കൂടിയും കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നാടിൻ്റെ ബൗണ്ടറികളെ ഓരോരുത്തരും ബഹുമാനിക്കുകയും ചെയ്യും. ഓരോരുത്തരും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലുള്ള നിയമം മറ്റേ നാട്ടിൽ നടപ്പിലാക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾക്ക് പരിചയമുള്ള ഒരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഷുഐബ് നബിയുടെ ഒരു സ്ഥലമുണ്ട്, മദിയ എന്ന് പറഞ്ഞാൽ. മൂസ നബി ഒരു കൊലപാതക കേസിൽപ്പെട്ടിട്ട് മൂസ നബിയോട് ഒരാൾ വന്ന് പറഞ്ഞ്, നിന്നെ സംബന്ധിച്ച് നിന്നെ കൊന്നുകളയാൻ വേണ്ടി അവിടെ ഗൂഢാലോചന നടക്കുന്നത്, നീ വേഗം രക്ഷപ്പെട്ടോ എന്ന് മൂസ നബിയോട് ഒരാൾ വന്ന് പറയാം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് അദ്ദേഹം മദിയൻ്റെ ബൗണ്ടറിയിലെത്തി, മദിയനിലേക്ക് കടന്നു. അപ്പം അവിടെ പിന്നെ വേലികളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, മതിൽ കെട്ടിയിട്ടും ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം കിടന്നു. അപ്പോൾ അവിടെ വെച്ച് ഷുഐബ് നബിയുടെ മക്കൾ വന്നു.
മക്കളവിടെ കിണറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാൻ, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മക്കൾ വന്ന് ഉപ്പാടെ അടുത്ത് അവിടെ ഉപ്പ പറഞ്ഞതനുസരിച്ച് മൂസ നബിനെ വിളിക്കാൻ വേണ്ടി വന്നു. മൂസ നബി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഷുഐബ് നബി സംസാരത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവിടെ ഒന്നും പേടിക്കാനില്ല, ഇവിടേക്ക് ആരും വരില്ല, വളരെ സേഫ്റ്റിയുള്ള സ്ഥലമാണ്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓരോ നാടിൻ്റെയും ബൗണ്ടറിയെയും അവിടുത്തെ നിയമങ്ങളെയും മറ്റ് നാട്ടുകാർ അവർ ബഹുമാനിച്ചിട്ടാണെന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരു നാട്ടിൽ അതുപോലെ ഇവിടെ ഈജിപ്തിലേക്ക് കടക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. അവിടെ പിന്നെ ബൗണ്ടറി അറിയാമെങ്കിലും അവിടെ വേലിയോ അതല്ലെങ്കിൽ മതിലുകളോ ഒന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ ആർക്കും എവിടെ എങ്ങനെയും കടന്നു പോവാം, വിസയും വേണ്ട. അങ്ങനെയാണല്ലോ. പിന്നെ കടക്കുന്നതിന് പ്രത്യേക നിയന്ത്രണമില്ല. അവിടെ പോലീസൊന്നും ഉണ്ടാവില്ല. അവർ കടന്ന് പിന്നെ അത് വേണ്ട സ്ഥലത്ത് എത്തിയാലാണ് പിന്നെ അതൊക്കെ ചെക്കിങ്ങും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ഒരു ബൗണ്ടറിയിൽ ഒരു ഇതിൽ ബാബിലൂടെ കടക്കരുത്. നിങ്ങൾ വെവ്വേറെ അബുവാബ് മുത്തഫരിഖയിലൂടെ കടക്കണം എന്ന് പറഞ്ഞാൽ പല കവാടങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ, ഈജിപ്തിലേക്ക് കടക്കാൻ ഒറ്റ കവാടം ഉപയോഗിക്കരുത് എന്നാണ് യാക്കൂബ് നബി പറഞ്ഞത്. قال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. അബുവാബ് മുത്തഫരിഖ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കവാടങ്ങൾ എന്നാണ് അർത്ഥം. വാതിലുകൾ എന്ന് പറയും. വാതിൽ എന്ന് പറഞ്ഞാൽ കടക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അത് കവാടങ്ങൾ എന്നർത്ഥം. വമാ ഉഗനി, ഞാൻ തടുക്കുകയില്ല എങ്കും നിങ്ങളെ തൊട്ട് മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് തടക്കാനൊന്നും എനിക്ക് കഴിയില്ല. അത് വെച്ചുകൊണ്ടല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനിൽ ഹുക്കുമു, വിധി നടപ്പിലാക്കാൻ കഴിയുന്നത് ഇല്ലാതില്ലായി അള്ളാഹുവിന് മാത്രമേ പറ്റൂ. വിധി കർത്തൃത്വം, അത് വിധിയെ നടപ്പിലാക്കുക എന്നുള്ളത് ഇല്ലാതില്ലായി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അലൈഹി, അവൻ്റെ മേൽ തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചു. അലൈഹി, അവൻ്റെ മേൽ ഫല്യതവക്കൽ, ഭരമേൽപ്പിക്കട്ടെ അൽ മുത്തവക്കിലൂന, ഭരമേൽപ്പിക്കുന്ന എല്ലാവരും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ. ഞാനാണെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങളൊക്കെ ഭരമേൽപ്പിച്ചു. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ അത് തടുക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത് തടുക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പം ഞാനീ പറഞ്ഞത്. ഏത് ലാ തദ്ഖുലൂ മിൻ അബ്വാബിൻ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും അവൻ്റെ വിധി അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് എന്നും കൂടി അവിടെ ഉണർത്തുക. അപ്പോൾ പല വാതിലൂടെ പോയത് കൊണ്ട് അള്ളാഹുവിൻ്റെ വിധി എന്താണെങ്കിൽ അത് നടപ്പിലാവാൻ അത് തടസ്സമൊന്നും അല്ലത് ഇപ്പം ഞാനീ പറഞ്ഞ കാര്യം എന്നാണ് യാക്കൂബ് നബി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാതിൽ പല കവാടത്തിലൂടെ കിടക്കുന്നതിനെ സംബന്ധിച്ച് തഫ്സീറിലൊക്കെ ഉണ്ട്. അത് നല്ല അഴകും ഭംഗിയുമുള്ള കുട്ടികളായിരുന്നു. ഇപ്പോൾ ഈ 10 പേര്, അദ്ദേഹത്തിൻ്റെ 10 മക്കളാണല്ലോ പോയിട്ടുള്ളത്. 10 11 ബിന്യാമീൻ ഉൾപ്പെടെ. ഇവർ 11 പേരും കാണാൻ നല്ല സൗന്ദര്യമുള്ള മക്കളായിരുന്നു. അപ്പം അവരെ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറയാം, അല്ലെങ്കിൽ കണ്ണേറ് പറ്റുക എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവോ എന്നുള്ള പേടി കൊണ്ട് പറഞ്ഞതാണ് എന്ന് ചില മുഫസ്സിലുകൾ പറയുന്നുണ്ട്. അത് കണ്ണ് പറ്റുക എന്നുള്ളതൊക്കെ ഉണ്ട് എന്നാണ് റബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് മുഖേന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറ്റാം. അതുപോലെ ഹസദുള്ളവർക്ക് ആ ഹസദിൻ്റെ ദുഷ്ഫലങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാം എന്നൊക്കെ ഉണ്ടല്ലോ. അതിൽ ഒരാളെ ഹസദ് വെക്കുകയാണെങ്കിൽ ഹസദ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഹാസിദിന് ഇതാ ഹാസിദ്. അതുകൊണ്ടാണ് അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് അസൂയയാലുണ്ടാവുന്ന ഷെറുകളെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിന് ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൽ റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഫലഖ്
മിൻ ശർരി റാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ് വെക്കുന്നവൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം, പിന്നെ ഷെറുകളിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സൂറത്തുമുണ്ട്. അപ്പോൾ ആ കണ്ണ് പറ്റുക എന്നുള്ള വിഷയം ചിലർക്ക് അതിൽ അവിശ്വാസം ഉണ്ടാവാം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരും ധാരാളം ഉണ്ടാവും. അത് ഏതായിരുന്നാലും യാക്കൂബ് നബി പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വരുന്നതിനെ തടുക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് എന്നും പറയേണ്ടത്. അള്ളാഹു നിശ്ചയിച്ചത് ഏതാണെങ്കിൽ അത് വരും. വിധി നടപ്പിലാക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എല്ലാ കാര്യങ്ങളും. ഇത് പരമേൽപ്പിക്കുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ മേൽ പരമേൽപ്പിച്ചോട്ടെ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം ഇതിൽ വളരെയധികം നമുക്ക് മനസ്സിലാക്കാനുള്ള പലതുണ്ട്. അള്ളാഹുവിൻ്റെ മേൽ പരമേൽപ്പിക്കുകയാണെങ്കിൽ അവനൊന്നും പേടിക്കാനില്ല എന്നും അദ്ദേഹത്തിന് വിഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് മകനെ മറ്റുള്ളവരുടെ കൂടെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ വളരെയധികം വിഷമമുണ്ട്. ആ വിഷമം ഞാൻ അവർ തന്ന ഉറപ്പിൻ്റെ മേൽ, അള്ളാഹുവിനെ മുൻനിർത്തി തന്ന ഉറപ്പിൻ്റെ മേൽ ഞാൻ അത് സമ്മതിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ എനിക്കതൊരു വിഷമമില്ല. പിന്നെ മക്കളെ, നിങ്ങൾ പോകുമ്പോൾ ഒറ്റ കവാടത്തിലൂടെ കടക്കരുത്, പലതിലൂടെയും കടന്നു പോകണം. അപ്പോൾ ആളുകൾ പലതും കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളൊരു നിലയിലാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നുണ്ട്. അത് അങ്ങനെ. പിന്നെ പല വാതിലുകളിലും പോകുമ്പോൾ, ഒരൊറ്റ വാതിലൂടെ പോകുമ്പോൾ ഉള്ള വിഷമം പല കവാടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതും ഒക്കെ അദ്ദേഹം പറയാണ്. വലമ്മാ ദഖലു, അങ്ങനെ വലമ്മാ ദഖലു 67-ാമത്തെ ആയത്താണ് പറഞ്ഞത്. ഇനി 68-ാമത്തെ ആയത്ത്. വലമ്മാ ദഖലു മിൻ ഹൈസു അമറഹും അബൂഹും, വലമ്മാ ദഖലു, അവർ പ്രവേശിച്ചപ്പോൾ, ഈജിപ്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് കൽപ്പിച്ച ഭാഗത്തിലൂടെ തന്നെ അവർ കടന്നുപോയി. പിതാവ് പറഞ്ഞത് എന്താ? പല കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നും അതുപോലെ തന്നെ ഇവർ അങ്ങനെ കടന്നുപോയി. മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് കൽപ്പിച്ച നിലയിലൂടെ അവർ കടന്നുപോയി. മാ കാന യുവനി, അതായിരുന്നില്ല യുവനി അൻഹും, അവരെ തൊട്ട് തടുക്കുന്നതായിരുന്നില്ല. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് മിൻഷൈൻ, എന്തെങ്കിലും കാര്യം വരുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും ആപത്തുകൾ വരികയാണെങ്കിൽ അതിനെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല ഈ യാക്കൂബ് നബി അവരോട് കൽപ്പിച്ചത്, അല്ലെങ്കിൽ ആ കൽപ്പിച്ച ഭാഗത്തിലൂടെ അവർ കടന്നു പോയത് എന്ന് തന്നെ വ്യക്തമായി പറയുന്നു. ഇല്ലാ ഹാജത്തം ഫീ നഫ്സി യാക്കൂബ, അത് യാക്കൂബ് നബിയുടെ മനസ്സിലുള്ള ഒരു കാര്യം നിറവേറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാ ഹാജത്തൻ, ഒരാവശ്യമായി ഫീ നഫ്സി യാക്കൂബ, യാക്കൂബിൻ്റെ മനസ്സിലുള്ള ഒരാവശ്യം ഖലാഹ, അദ്ദേഹം അതിനെ നിറവേറ്റിയെന്ന് മാത്രം. വൈന്നോ, തീർച്ചയായും അദ്ദേഹം ലദൂ ഇൽമിൻ, അറിവുള്ള ആളാണ്. യാക്കൂബ് നബി ആൾ മോശമൊന്നല്ല, നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. ലിമാ അല്ലംനാഹു, നമ്മൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചത് കാരണം. പലതും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പ്രവാചകനല്ലേ. അപ്പോൾ ആ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ധാരാളം ഇൽമ് നമ്മളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം അറിവുള്ള ആൾ തന്നെയാണ്. ഇന്നഹു ലദൂ ഇൽമിൻ, തീർച്ചയായും അദ്ദേഹം അറിവുള്ള ആൾ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അറിവിൻ്റെ കുറവാണോ അല്ലെ വേറെന്തെങ്കിലും ആണെന്ന് സംശയിക്കേണ്ട. അറിവുള്ള ആൾ തന്നെയാണ്. ലിമാ അല്ലംനാഹു, അദ്ദേഹത്തിന് നമ്മൾ പഠിപ്പിച്ചത് കാരണം. അതിങ്ങനെ പ്രവാചകനാവുമ്പോൾ കുറേ കാര്യങ്ങളും അല്ലാഹു പഠിപ്പിക്കും. പ്രവാചകന്മാരൊന്നും ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി പഠിച്ചതായിട്ട് നമ്മൾക്ക് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖാണ്, ഏറ്റവും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ജ്ഞാനമുള്ള ആളാണ് റസൂൽ. എങ്ങനെ അറിഞ്ഞു? അള്ളാഹു പഠിപ്പിച്ചു, എല്ലാം എന്താ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ തന്നെ അറിയാമെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിലപ്പുറം ഇനി എന്തോരം അറിവ് കിട്ടാൻ? അത്രയധികം അറിവ് റസൂലിനുണ്ട്. പിന്നെ റസൂല് പറഞ്ഞതും പ്രവർത്തിച്ചതും സ്ഥിരീകരിക്കപ്പെട്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ റസൂലിനുള്ള അറിവ് കൊണ്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ
അറിവുള്ള ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ റസൂൽ ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ടില്ല. അതുപോലെ യാക്കൂബ് നബിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന യാക്കൂബ് നബിയും ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയി പഠിച്ചതല്ല. നമ്മൾ പഠിപ്പിച്ചത് കാരണമായിട്ട് അദ്ദേഹം നല്ല അറിവുള്ള ആളാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. വലാക്കിന്നാക്തറന്നാസിലായാലമൂൻ, പക്ഷേ അധിക ആളുകൾക്കും അതറിയില്ല എന്നാണ്. പിന്നെ 68-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 69-ാമത്തെ ആയത്തിൽ വലമ്മ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു ഖാല ഇന്നി അനാ അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. വലമ്മ ദഖലു, അവര് ഇങ്ങനെ ഈജിപ്തിലേക്ക് പ്രവേശിച്ചു, പല കവാടത്തിലൂടെയും പ്രവേശിച്ചു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പ്രവേശിച്ചിട്ട് വലമ്മ ദഖലു, അവര് എത്തിയപ്പോൾ, അവര് പ്രവേശിച്ചപ്പോൾ അലാ യൂസുഫ, യൂസുഫിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു. യൂസുഫിൻ്റെ അടുത്തേക്ക് ഇവരെത്തി, കൊട്ടാരത്തിലെത്തി, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഓഫീസിലെത്തി. ഫൈനാൻസ് മിനിസ്റ്ററാണല്ലോ, അവിടെ ആ മന്ത്രാലയത്തിലെ ഓഫീസിലേക്ക് എത്തി. അങ്ങനെ എത്തിയപ്പോൾ ആവാ ഇലൈഹി അഖാഹു, ഇവരെ കണ്ടു. ആരെ? സഹോദരന്മാരെ കണ്ടു, ബിന്യാമീനെയും കണ്ടു. അപ്പോൾ ആവാ, അദ്ദേഹം പിടിച്ചുകൂട്ടി അഖാഹു, അദ്ദേഹത്തിൻ്റെ സഹോദരനെ, ബിന്യാമീനെ. ആവാ, അദ്ദേഹം കൂട്ടി, ഇലൈഹി, അദ്ദേഹത്തിലേക്ക്, അഖാഹു, അദ്ദേഹത്തിൻ്റെ സഹോദരന്. എല്ലാവരും സഹോദരന്മാരാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ നേരെ സഹോദരനാരാ? ഉപ്പത്തെ സഹോദരൻ, അത് ബിന്യാമീനാണ്. ഏറ്റവും ചെറിയ സഹോദരനുമാണ് കാല. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ചു കൂട്ടിയപ്പോൾ അവര് അപ്പുറത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാവും, അവർ മുഴുവനും ഇവരെ ശ്രദ്ധിക്കുന്നില്ല. അതിന് നമുക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇനി പറയുന്ന വാക്ക് കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി അനാ അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. കാല, ഇന്നി, തീർച്ചയായും ഞാൻ, യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, ഞാൻ അന അഖൂക, ഞാൻ നിന്റെ സഹോദരൻ തന്നെയാണ്. പണ്ട് നഷ്ടപ്പെട്ട യൂസുഫ് തന്നെയാണ് ഞാൻ എന്നാ. അതായത് വളരെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അപ്പോൾ 22 വർഷം കഴിഞ്ഞില്ലേ. അപ്പോൾ യൂസുഫിനും കുറച്ച് പ്രായമുണ്ട്, അതനുസരിച്ചുള്ളൊരു പ്രായം ഉള്ള ആളാവുമല്ലോ ഈ സഹോദരൻ ബിന്യാമീൻ. പിന്നെ മറ്റവർക്കും അതേ പ്രായങ്ങളൊക്കെ കൂടി ഉണ്ടാവുമല്ലോ. 22 വയസ്സിൻ്റെ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ 12 വയസ്സിലാണ് ഇവർ യൂസുഫിനെ നഷ്ടപ്പെടുത്തിയത്, കിണറ്റിലിട്ടത്. പിന്നെ അവിടുന്ന് ഒരു 22 വർഷം കൂടി കണക്കൂട്ടുമ്പോൾ അത്രയും 44, 22, 34 വയസ്സ്. 34, പിന്നെ ഒരു 7 വർഷം ജയിലിൽ നിന്ന്, 54 തന്നെ, 54 കൂടുതലുണ്ടാവാം. അപ്പോൾ പറയാണ്, ഇന്നി അന അഖൂക, ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ ഞാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക സഹോദരനോട്. മറ്റൊരു കേൾക്കണ്ടാവില്ല. എന്നിട്ട് ഫലാ തബ്തഇസ്, ആയതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഫലാ തഹ്സൻ, നീ ദുഃഖിക്കരുത്. ബിമാ കാനൂ യഅമലൂൻ, അവർ നിനക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നീ ദുഃഖിക്കണ്ട. പലതും ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് യൂസുഫിനെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രവാചകനല്ലേ, അപ്പോൾ അള്ളാഹു ചിലതൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ. അപ്പോൾ അത് ഇവർ കേൾക്കാതെയാണ് പറയുന്നത്, മുഴുവൻ ഇവർ കേട്ടിട്ടില്ല. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, നീ വിഷമിക്കണ്ട, ഇവര് നിന്നോട് ചെയ്യുന്ന ചെയ്തികളെ സംബന്ധിച്ച് നീ വിഷമിക്കണ്ട എന്നുള്ള പറഞ്ഞു. എന്നിട്ടോ ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം ജഅല സിഖായത ഫീ റഹ്ലി അഖീഹി ثم أذن مؤذن أيتها العير إنكم لسارقون. 70-ാമത്തെ ആയത്ത്. ഇവിടെ നമ്മൾ നിർത്തും 70-ൽ. 71-ാമത്തെ ആയത്ത് മുതൽ പിന്നെ ഒരു വീഡിയോയിലെടുക്കും. വലമ്മാ ദഖലു,
അവർ പ്രവേശിച്ചപ്പോൾ, യൂസുഫിൻ്റെ അടുത്ത് പ്രവേശിച്ചപ്പോൾ യൂസുഫ് അദ്ദേഹം പിടിച്ചുകൂട്ടി ഇലൈഹി, ഈ അദ്ദേഹത്തിലേക്ക് അഹാഹു, അദ്ദേഹത്തിൻ്റെ സഹോദരനെ. കാല, അദ്ദേഹം പറഞ്ഞു, യൂസുഫ് പറഞ്ഞു, ഇന്നി, തീർച്ചയായും ഞാൻ, അന അഹൂക്ക, നിന്റെ സഹോദരനാണ്. ഇന്നി അന അഹൂക്ക, തീർച്ചയായും ഞാൻ, അഹൂക്ക, നിന്റെ സഹോദരൻ തന്നെയാണ്. സഹോദരൻ പണ്ട് നഷ്ടപ്പെട്ട യൂസുഫ്. വലാത്തൈസ്, നീ ദുഃഖിക്കേണ്ട, ബിമാക്കാനു യാമലൂൻ, അവർ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ച് നീ ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്ന്. ഫലമ്മ ജഹസോ, ഇനി അവരുടെ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ആര്? യൂസുഫ് അലൈഹിസ്സലാം ഒരുക്കി കൊടുത്തു അവർക്ക്. പിന്നെ അവരുടെ അളവ് ധാന്യങ്ങളും ഇതൊക്കെ കൊടുത്തു. അവരെ ഇനി പറഞ്ഞയക്കാൻ നോക്കുകയാണ്. ഫലമ്മ ജഹസഹും ബി ജഹാസിഹിം, അവരുടെ സാധനങ്ങളെല്ലാം അവർക്ക് ഒരുക്കി കൊടുത്തതിന് ശേഷമായിട്ട്, ഫലമ്മ ജഹസഹും, സാധനങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ, ജഅല, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഈ അളവിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു, എന്ത്? ജഅല സിഖായത്ത, പാനപാത്രം വയ്ക്കുവാൻ, ഫീ റഹലി അഖീഹി, യൂസുഫിൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ. ആ ഭാണ്ഡം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്ത് പറയുന്ന ശൈലിയാണ്. ഇപ്പോൾ പറയുന്ന വല്ല ബാഗിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ പെട്ടിയിലൊക്കെ ആക്കി കൊടുക്കാനാണ് പറയാം. ജഅല സിഖായത്ത, പാനപാത്രം, അത് വെള്ളിയുടെ പാത്രമായിരുന്നു. രാജാവ് വെള്ളം കുടിക്കുന്ന പാത്രമാണ്. ഫി റഹലി അഖീഹി, സഹോദരൻ്റെ ഭാണ്ഡത്തിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. സുമ്മ അദ്ദന, പിന്നെ വിളിച്ചു പറഞ്ഞു, മുഅദ്ദിനോട് വിളിച്ചു പറയുന്നവൻ, ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നർത്ഥം. അയ്യത്തുഹല്ലേറു, സംഘമേ, യാത്രാ സംഘമേ. അയ്യത്തുഹ, അയ്യുഹ എന്ന് നമ്മൾ എന്നാൾ പറഞ്ഞു. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫെ, അയ്യുഹ എന്ന് വാക്ക് പറഞ്ഞു. അയ്യുഹ എന്ന്, അയ്യത്തുഹ എന്ന് പറഞ്ഞ ഒരു താ ചേർത്തിട്ട് പറയുന്നത് അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഈർ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ആ ഈറിനെ വിളിക്കുക അയ്യത്തുഹ, സംഘമേ എന്നർത്ഥം, യാത്രാ സംഘമേ. അയ്യത്തുഹല്ലേറു, യാത്രാ സംഘമേ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലസാരിഖൂൻ, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവർ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ രാജാവിൻ്റെ പാനപാത്രം അവരുടെ അതിൽ ഏറ്റവും താഴെയുള്ള ബിന്യാമീൻ്റെ ഭാണ്ഡത്തിൽ വെച്ചിട്ട് യൂസുഫ് കെട്ടാൻ പറഞ്ഞു. എന്നിട്ടോ ഒരാൾ വിളിച്ചു പറയാം, രാജാവിൻ്റെ പാനപാത്രം കാണാനില്ല, നിങ്ങൾ തന്നെ എടുത്തിട്ടുള്ളത് എന്നൊരാൾ വിളിച്ചു പറയാം. അവിടെ നിർത്തുകയാണ് നമ്മൾ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.